കോൺഗ്രസിൽ ചേർന്ന സീറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു മണ്ടൻ ഈ ലോകത്ത് അയാളല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഈ മരണത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം വളരെ മോശമായി അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നവന്മാർ ഇവിടെ വന്ന് തോളി കൈയിട്ട് വെച്ച് പറയുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ധന്യ അടുത്തിടയിൽ കോൺഗ്രസിൽ രംഗപ്രവേശം ചെയ്ത ആളാണ് സന്ദീപ് വാര്യർ. ദീർഘകാലം BJPക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച് ചാനൽ ചർച്ചകളിലെ ഗർജിക്കുന്ന മുഖമായിരുന്നു സന്ദീപ് വാര്യർ. പിന്നീട് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്ന് കടുത്ത മിതവാദിയായി ഇടയ്ക്ക് BJPക്കെതിരെ കടുത്ത വിമർശനമൊക്കെ ഉന്നയിക്കുന്ന ആളായി മാറി. ഇപ്പോൾ KP ഗണേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നമുക്കറിയാം. ഒരു കാലത്ത് UDFൻ്റെ പക്ഷത്തായിരുന്നു, ഇപ്പോൾ LDFനൊപ്പമാണ്. ഇപ്പോൾ സ്വാഭാവികമായും രണ്ടുപേർക്ക് ഏതാണ്ട് സമാന സ്വഭാവമുള്ള രാഷ്ട്രീയ പശ്ചാത്തലമാണുള്ളത്. ഇപ്പോൾ ഗണേഷ് കുമാർ സന്ദീപ് വാര്യർക്കെതിരെ തിരിയാൻ എന്താ കാരണം? ഒരു പരിപാടിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അതിൽ ഗണേഷ് കുമാർ പ്രസംഗിച്ചതാണ്. ഇതിപ്പോഴത്തേതാണോ മുന്നത്തതാണോ എന്ന് അറിയില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന ഒരു വൈറലാവുന്ന ഒരു സാധനമാണ്. അതായത് ഗണേഷ് കുമാർ പറയുന്നത് സന്ദീപ് വാര്യർ ഒരു ആദർശവും ഇല്ലാത്തവനാണ്. എന്താ വെച്ചാൽ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിലപാട്. അതായത് ആദർശമുള്ളവനായിരുന്നു എങ്കിൽ സന്ദീപ് വാര്യർ BJP വിട്ടിട്ട് വീട്ടിലിരുന്നേനെ. ഇത് പറയുന്ന ഗണേഷ് കുമാറാണ്. അതുകൊണ്ടാണ് ഈ വാർത്തയ്ക്കുള്ള പ്രാധാന്യം. ഗണേഷ് കുമാറിന് നല്ല യോഗ്യതയുമുണ്ട്. ഇപ്പൊ സന്ദീപ് വാര്യർ ശരി BJP വിട്ടിട്ട് കോൺഗ്രസിലേക്ക് വന്നത് സീറ്റ് മോഹിച്ചാണ് എന്നുള്ളത് ഇവിടുത്തെ ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാം. BJPയിൽ നിന്നിട്ട് അർഹിക്കുന്നത് കിട്ടുന്നില്ല. സ്വാഭാവികമായും കിട്ടാത്തത് വരുമ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് മറുകണ്ഠം ചാടി ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. വക്താവാണ് എന്നുള്ളത്, കോൺഗ്രസ് വക്താവാണെന്നുള്ളതും ചില ചാനൽ ചർച്ചകളിൽ അദ്ദേഹത്തെ കാണാറുണ്ട്. പിന്നെ ചില GCC കൺട്രികളിലൊക്കെ പോയി അദ്ദേഹം ചില ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്യുന്നത് കാണാം. ഈ അടുത്ത കാലത്ത് എവിടെയോ കേരളത്തിൽ എവിടെയോ അദ്ദേഹം ഒരു ഉദ്ഘാടനത്തിലൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് കുറച്ചുകൂടി ഈ പാർട്ടിക്കാർക്കിടയിൽ കുറച്ചുകൂടി സ്വീകാര്യത കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ BJPയിൽ ഇരുന്ന സമയത്ത് ഇദ്ദേഹത്തോട് അകൽച്ചയുള്ള കുറെ പേർ അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ചിലപ്പോൾ ശരിയായിരിക്കാം. കാരണം അനുഭവിച്ചവനെ, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ കഴിയും. അപ്പോൾ അദ്ദേഹം അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. പക്ഷെ നമ്മളൊരു പാർട്ടി വിട്ടിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അതുവരെ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് അനുഭവിച്ചോ, എന്തൊക്കെ കാര്യങ്ങൾ. ഇപ്പൊ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരു മുഖം കേരള ജനതയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. അതിനു മുൻപ് സന്ദീപ് വാര്യർ ഇവിടെ ആർക്കും അറിയില്ല. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് പ്രേംലാലിട്ടം പറയും പോലെ ഗർജിക്കുന്ന സിംഹമായും കൃത്യമായി അളന്നു തൂക്കി മറുപടി കൊടുക്കുന്ന ഒരാളായിരുന്നു സന്ദീപ് വാര്യർ. തീർച്ചയായിട്ടും സന്ദീപ് വാര്യറിന് ആ മുഖം ഉണ്ടാക്കി കൊടുത്തത് BJPയാണ്. ഇപ്പോൾ നമ്മളൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ നമുക്ക് ആ പാർട്ടിയെ കുറിച്ച് നെഗറ്റീവ് ഉണ്ടെങ്കിലും നമ്മൾ പോകുമ്പോൾ ഞാൻ പാർട്ടി വിടുന്നു, എനിക്ക് ആ പാർട്ടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിനപ്പുറം ആ പാർട്ടി വിഷം ഉൽപ്പാദിപ്പിക്കുന്ന പാർട്ടിയാണെന്നും അതിന്റെ നേതാവ് വലിയ വിഷമാണെന്നും ഒക്കെ പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു നെഗറ്റീവ്, അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു നെഗറ്റീവ്, അത് കുറെ ആളുകൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അദ്ദേഹത്തെ വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ കോൺഗ്രസിലെത്തി, കോൺഗ്രസിൽ പുതിയ മണ്ഡലം ചോദിക്കുമെന്നൊക്കെ പറയുന്നു. ജനറൽ സെക്രട്ടറി ആവാനുള്ള പ്രയത്നത്തിലൊക്കെ ആയിരുന്നു. പിന്നീട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് അതിനൊന്നിനും സാധിച്ചില്ലെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പൊ ഗണേഷ് കുമാർ പറയുകയാണ് ആദർശമില്ലാത്തവനാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർക്ക് പിന്നെ ഈ BJPക്ക് അകത്ത് BJP എന്ന പാർട്ടിയോട് ആദർശം ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു സത്യസന്ധത ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം BJP എന്ന പാർട്ടിയിൽ നിന്നിറങ്ങി വീട്ടിൽ പോയിരുന്നേ, കോൺഗ്രസിലേക്ക് വരില്ലായിരുന്നു. മാത്രമല്ല കോൺഗ്രസിനെ കസേരയില്ല ആളുകൾക്ക് ഇരിക്കാൻ. ആ ഇടത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇങ്ങർക്ക് കസേര കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഇതിന്റെ താഴത്തെ കുറെ കമന്റ് വായിച്ചു നോക്കിയത്. അല്ല, എനിക്ക് പറയാനുള്ളത് കൂടി പറഞ്ഞിട്ട് പോവാം. ഗണേഷ് കുമാർ ബാലകൃഷ്ണ പിള്ള കേരള കോൺഗ്രസ് B അല്ലെങ്കിൽ UDFന്റെ സ്ഥാപക നേതാവായിരുന്നു. കേരള കോൺഗ്രസ് B ഞാനും അപ്പനും അപ്പന്റെ പെങ്ങൾ സുഭദ്രയും എന്ന് പറയുന്ന ഒരു അപ്പന്റെ പെങ്ങൾ അത് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് B. അപ്പോൾ ബാലകൃഷ്ണ പിള്ള കഴിഞ്ഞാൽ പിന്നെ ബാലകൃഷ്ണ പിള്ള കൊട്ടാരക്കരയിൽ മത്സരിക്കുന്നു, പത്തനാപുരത്ത് ഗണേഷ് കുമാർ, വേറെ ആരുമില്ല, അച്ഛനും മകനും. അങ്ങനെ KP ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാ താരം എന്നുള്ള പരിഗണനയും അതോടൊപ്പം തന്നെ അദ്ദേഹം അത്യാവശ്യം ജനകീയ സ്വാധീനമുള്ള ഒരാൾ കൂടിയായിരുന്നു. അങ്ങനെ ജയിച്ചു, നല്ലൊരു MLA ആയിട്ട് പ്രവർത്തിച്ചു. അടുത്ത തവണ മന്ത്രിയായി, ഗതാഗത വകുപ്പ് മന്ത്രി സ്ഥാനമാണെന്ന് തോന്നുന്നു. അങ്ങനെ KSRTC വിപ്ലവകരമായ പരിഷ്കാരമൊക്കെ കൊണ്ടുവന്നു. അന്ന് അച്ഛനും മകനും കൂടി അടിയുണ്ടാകുന്നു. അപ്പോൾ മകൻ നിലപാടെടുക്കുന്നു, ഞാനാണ് പാർട്ടി. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഗണേഷ് കുമാറിനെതിരെ നമ്മുടെ PC ജോർജ് ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. ഒരു മാധ്യമം എക്സ്ക്ലൂസീവായിട്ടൊരു വാർത്ത പുറത്തുവിടുന്നു. തൊട്ടു പിന്നാലെ ഗണേഷ് കുമാറിൻ്റെ ചില
ദൃശ്യങ്ങൾ, ചില ചിത്രങ്ങൾ, അവിടെ ഇവിടെയൊക്കെ പരിക്ക് പറ്റിയ ചിത്രങ്ങൾ. തൊട്ടു പിന്നാലെ സോളാർ കേസ് പൊട്ടിപ്പുറപ്പെടുന്നു. ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു. പിന്നെ ഗണേഷ് കുമാറിനെ കാണുന്നത് LDF പാളയത്തിലാണ്. ഈ ഗണേഷ് കുമാർ മുമ്പ് VS അച്യുതാനന്ദനെതിരെ നടത്തിയ കാമഭ്രാന്ത് പരാമർശം ഇപ്പോഴും യൂട്യൂബിൽ പരത്തിയാൽ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഗണേഷ് കുമാറാണ് ഇപ്പോൾ ഒരു കാലത്ത് UDF-നൊപ്പം നിന്ന് അതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റി ഇപ്പോൾ LDF-ൽ വന്ന് നിന്ന് ഈ തമാശയൊക്കെ പറയുന്നതെന്ന് കേൾക്കുമ്പോഴാണ്. അതാണ് പറയാൻ വന്നത്. അപ്പൊ നമ്മൾ പറയുന്ന കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും നമ്മൾ സന്ദീപ് വാര്യർക്കെതിരെ സംസാരിക്കുകയാണെന്ന്. സന്ദീപ് വാര്യർ ചെയ്തത് സന്ദീപ് വാര്യർക്കനുസരിച്ച് ശരിയായിരിക്കാം, അത് അദ്ദേഹത്തിന്റെ കാര്യം. പക്ഷെ അതിനപ്പുറം ഇത് പറയാനുള്ള യോഗ്യത ഗണേഷ് കുമാറിനുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേണ്ടേ ഗണേഷ് കുമാർ ഇത് സംസാരിക്കാനായിട്ട്. സന്ദീപ് വാര്യർക്ക് അവിടെ സീറ്റ് ഉണ്ടോ, അവിടെ ഇലക്ഷന് നിൽക്കുമോ, സന്ദീപ് വാര്യർ വന്നത് ശരിയായോ, സന്ദീപ് വാര്യർ വീട്ടിൽ ഇരിക്കണോ, കോൺഗ്രസ് പാർട്ടിയെ ഉദ്ധരിക്കാൻ ഇറങ്ങണോ, അതൊക്കെ സന്ദീപ് വാര്യരുടെ ഇഷ്ടമാണ്. അവിടെ ഗണേഷ് കുമാരൻ പറഞ്ഞിട്ടല്ല അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടതിന്റെ കാര്യം. തിരിച്ച് ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് കുമാർ ജനകീയനാണ്. പക്ഷെ ഒരുപാട് വിവാദങ്ങൾ കേട്ട ഒരാൾ കൂടിയാണ് ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ സ്വയം ഒന്ന് വിലയിരുത്തിയാൽ അദ്ദേഹത്തിന് തന്നെ അത് ബോധ്യപ്പെടും. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചി, ഡോക്ടർ യാമിനി തങ്കച്ചി, അവർ ഏഷ്യനെറ്റ് ന്യൂസിന് കൊടുത്ത ഇന്റർവ്യൂ ഇപ്പോഴും നമ്മൾ അടിച്ചു നോക്കിയാൽ, യാമിനി തങ്കച്ചി അടിച്ചു നോക്കിയാൽ ആദ്യം വരുന്നത് സിന്ധു സൂര്യകുമാറിനോടൊപ്പം ആണെന്ന് തോന്നുന്നു അവർ കൊടുത്ത ഒരു ഇന്റർവ്യൂ. അതാണ് യൂട്യൂബിൽ ആദ്യം വരുന്നത്. അന്ന് അവർ പറയുന്ന ഗുരുതരമായ ആരോപണങ്ങൾ അത് സ്വകാര്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവരുടെ വീട്ടിൽ നടന്ന കാര്യമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നാണ് അവർ അനുഭവിച്ച കാര്യങ്ങൾ മുഴുവൻ അവർ പറഞ്ഞത്. താൻ ആ വീട്ടിൽ അനുഭവിച്ചതും ഈ ഗണേഷ് കുമാറിന്റെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ അവർ പൊതു ഇടത്തിൽ വന്നിരുന്നാണ് പറഞ്ഞത്. മറ്റേ നമ്മുടെ മഞ്ജു വാര്യറൊക്കെ പറയുന്നത് പോലെ അതൊക്കെ ഞങ്ങളുടെ സ്വകാര്യത, പുറത്തു പറയാൻ താല്പര്യമില്ല. ഓക്കെ, നമ്മളത് അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. മേതിൽ ദേവിക അവരും അവരുടെ സ്വകാര്യത പുറത്തുവിടാൻ അവർക്ക് താല്പര്യം. ഓക്കെ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഡോക്ടർ യാമിനി തങ്കച്ചി അങ്ങനെ അല്ല. അവർ കൃത്യമായി അവർ അനുഭവിച്ച പീഡനങ്ങളൊക്കെ കൃത്യമായി അവർ പറഞ്ഞു. അതിനുശേഷം സോളാർ കേസിലെ ഒരു പ്രതിയോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇപ്പോ അരുൺകുമാർ ഒരു ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു പരിപാടിക്കിടയിൽ അവരോട് ചോദിച്ചു, ബാലകൃഷ്ണപിള്ളയുമായി ഒരു രക്തബന്ധത്തിന്റെ ഇതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാകാം, എനിക്കത് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ആ സോളാർ കേസിലെ പ്രതി അന്ന് സംസാരിച്ചത്. അതിന്റെ പിന്നാലെ ഒരുപാട് വിവാദങ്ങൾ പുറകെ വന്നു. ഗണേഷ് കുമാറിനെതിരെ നിരന്തരം വിവാദങ്ങളാണ്. ഗണേഷ് കുമാർ പിന്നെ ഈ നാക്കുള്ളത് കൊണ്ട് ചിലർ പിടിച്ചു നിൽക്കും എന്ന് പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ കാര്യം. ഇപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരി തന്നെ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു അച്ഛന്റെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട്. അപ്പോ ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് സന്ദീപ് വാര്യർക്കെതിരെ പറയാൻ എന്താ പറയുക ഗണേഷ് കുമാർ രംഗത്ത് വരുന്നു. ജ്യോതികുമാർ ചാമക്കാലയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഗണേഷ് കുമാർ സന്ദീപ് വാര്യർ നിൽക്കുന്ന ചിത്രമൊക്കെ പങ്കുവച്ചു. എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം? എന്താണ്? ആദ്യം നമ്മൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കണം, അല്ലേ? നമ്മളെ പലരുടെ ബുദ്ധി നമ്മൾ തന്നെ നാറുന്ന ഒരു അവസ്ഥയായി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഒരു മനസ്സുഖം. അതെ, ഒരു മനസ്സുഖം. അപ്പൊ ഞാൻ ഈ വാർത്ത ശ്രദ്ധിക്കാനുള്ള കാരണം ഇതിന്റെ താഴെ വന്ന കുറച്ച് കമന്റുകളാണ്. നീ എന്താ മാന്യനാണോ? ആദ്യം നിന്നെ കുറിച്ച് നീ കോൺഗ്രസിൽ നിന്നല്ലേ UDF-ലേക്ക് വന്നത്, ആ നിനക്ക് എന്താണ് യോഗ്യത? അല്ല, കോൺഗ്രസിൽ നിന്ന് LDF-ലേക്ക് വന്നതല്ലേ, നിനക്ക് എന്താണ് യോഗ്യത? നിന്റെ കാര്യങ്ങൾ നീ തന്നെ സ്വയം ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞ ആളുകൾ മുഴുവൻ നെഗറ്റീവ് കമന്റ് ആണ് ഇട്ടിരിക്കുന്നത്. നെഗറ്റീവ് വരുമ്പോഴാണല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നത്. മാധ്യമങ്ങൾക്ക് ഈ നെഗറ്റീവ് കേൾക്കുമ്പോഴാണല്ലോ ഒരു ത്വര വരുന്നത് എന്താണെന്ന് അറിയാൻ. അപ്പൊ തീർച്ചയായിട്ടും ഇതിന് മറുപടി സന്ദീപ് വാര്യർ കൊടുത്താൽ ഒരുപക്ഷെ ഗണേഷ് കുമാറിന് അത് താങ്ങാൻ കഴിയുമോ എന്നുള്ളതാണ് സംശയം.